ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും അതിന് വീണ്ടും വരുന്നു. അപ്പം നമ്മൾ വാസ്തവത്തിൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ആത്മാവിനെ നടത്തപ്പെടാനാണ്. കാരണം പരിശുദ്ധാത്മാവിനെ കൂടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ച ഒരു പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ഒരു വിശ്വാസിയാണോ, പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, അത് ഡെഡ് വർക്കാണ്. നമ്മുടെ സ്വന്തം അറിവിലും സ്വന്തം കഴിവിലും സ്വന്തം തീരുമാനത്തിലും ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തവനാണ്. ഏകദേശം 25 വർഷത്തോളം ഞാൻ അങ്ങനെ ചെയ്തതാണ്. 25 വർഷം കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, നീ ഒരു ആത്മീയനല്ല. ആത്മീയനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സോളിഷാണ്. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ പരിശോധിച്ചപ്പോൾ ശരിയാണ്. ഞാൻ ചെയ്തത് മുഴുവൻ എൻ്റെ ആ സോൾ പവറില്ല, അല്ലെങ്കിൽ എൻ്റെ ഇച്ഛാശക്തിയില്ല, അല്ലെങ്കിൽ എൻ്റെ ആ വ്യക്തിത്വത്തിൽ നിന്നാണ് ഞാൻ ചെയ്തത്. എൻ്റെ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ വിൽ പവർ, എൻ്റെ ഫീലിങ്സ്, ഇതെല്ലാം സോളിലാണ് ഇരിക്കുന്നത്. ഈ മൈൻഡ് എന്ന് പറയുന്നത് സോളിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മുടെ മൈൻഡാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും നമ്മളെ തന്നെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളങ്ങ് വിചാരിക്കുക കർത്താവിന് ഇതെല്ലാം ഇഷ്ടമാണ്, ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്. ഈവൻ പാപങ്ങൾ, നമ്മൾ പാപസ്വഭാവം വിടുന്നത് പോലും എൻ്റെ സ്വന്തം ആ ഒരു ഇച്ഛാശക്തിയിൽ, അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ ആ സോൾ പവറിൽ, അല്ലെങ്കിൽ വാട്ടർ ഇറ്റ് ഈസ്, ആ ഒരു ഇതില്ല. അതുകൊണ്ട് കാര്യമില്ല. കാരണം വചനം പറയുന്നു, നിങ്ങൾ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുമെങ്കിൽ ജീവിക്കും. എന്ന് പറഞ്ഞാൽ പാപത്തെ നമ്മൾ ഓവർകം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ, അല്ല എൻ്റെ സ്വന്തം ശക്തിയിലല്ല. എൻ്റെ ആത്മനിയന്ത്രണം പരിശുദ്ധാത്മാവാണ്. അപ്പോൾ വളരെ ഇന്ന് ആത്മീയലോകത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം എൻ്റെ കസിനും അദ്ദേഹത്തിന് വൈഫും കൂടെ വന്നപ്പോൾ ഞാൻ അവരുമായിട്ട് ഇത് ഷെയർ ചെയ്തപ്പോൾ അവർ പറയുന്നു, ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. കാരണം ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും അവരവരുടെ സഭ വളർത്താനാണ് താല്പര്യം. അപ്പോൾ സഭ വളരണമെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ, നല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന, നീ ഉയർച്ച പ്രാപിക്കും, നീ നിൻ്റെ കുടുംബവും ഈ വർഷം ഭയങ്കരമായിട്ട് അങ്ങ് ഉയരും, നിന്നെ ദൈവം ഉയർത്തും, അല്ലെങ്കിൽ നിനക്ക് അത് ലഭിക്കാൻ പോകുന്നു, ഇത് ലഭിക്കാൻ പോകുന്നു, ഒന്നൊരു പ്രശ്നമല്ല, യേശുക്രിസ്തു നിനക്ക് വേണ്ടി പാവങ്ങളെല്ലാം മോചിച്ചു, ഇനി നീ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ പ്രസംഗിച്ച് കഴിഞ്ഞാൽ ആളുകൾ അതിൻ്റെ കുറച്ച് സൗഖ്യങ്ങളോട് അടങ്ങി പിന്നെ പറയുകയുള്ളൂ. അപ്പോൾ ഇന്ന് മെജോറിറ്റി ദേവാസന്മാർക്കും ന്യൂജൻ ചർച്ചസിൻ്റെ അങ്ങനെയുള്ളവർക്ക് എല്ലാം ആഗ്രഹം അവരുടെ സഭ ഏറ്റവും വലിയ സഭയാണ്. അതിനൊത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. പക്ഷെ അതുപോലും ഓർത്തോണം, സോളിഷ്, ആ സോൾ പവറിൽ അല്ലെങ്കിൽ സ്വന്തം ഐഡിയയിലാണ് സഭ വളർത്തുന്നത്. പരിശുദ്ധാത്മാവാണ് സഭയെ നിയന്ത്രിക്കേണ്ടത്. കാരണം സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ്. അവിടെ നമ്മളല്ല അത് നിയന്ത്രിക്കുന്നത്, പരിശുദ്ധാത്മാവിനല്ല നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ കർത്താവ് പറയുന്ന പോലെ കർത്താവിൻ്റെ ഹൃദയപ്രകാരവും കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ള ചർച്ചയായി. ഇനി കർത്താവ് നൽകുന്ന വിഷ്ണത കോപ്പസ് ക്രിസ്റ്റി, അത് കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ള ചർച്ചയായി. അവിടെ എൻ്റേതായ പ്രിൻസിപ്പിൾസോ എൻ്റെ ഐഡിയോളജിയോ അല്ലെങ്കിൽ എൻ്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാൻ എനിക്ക് അനുവാദം. കാരണം ഇറ്റ് ബിലോങ്സ് ടു ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റേതല്ല. ആ തിരിച്ചറിവ് ഞാൻ കസിന് അവർ പറയുമായിരുന്നു, ഇന്ന് ഞങ്ങളിതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കേൾക്കുന്നത്. അത് ഈ വചനം പല പ്രാവശ്യം കിട്ടുന്നുണ്ട്. ദൈവവചനം ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയാണ്. അത് അകത്തേക്ക് പോവും, പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കും. പക്ഷെ ഇതിൻ്റെ മീനിങ് പിടിയിട്ടിട്ടില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. എന്തുകൊണ്ടാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല. ഞാൻ പലയിടത്ത് എനിക്ക് ചെറിയ ചെറിയ മീറ്റിങ്സിലൊക്കെ ഇങ്ങനെ വചനം ഷെയർ ചെയ്യാനുള്ള അവസരം കിട്ടാറുണ്ട്. ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ പല ആൾക്കാർ വന്നിട്ട് പറയും, ആദ്യമായിട്ട് കേൾക്കുന്നത് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു, എല്ലാം അവിടെ വരുന്ന ജനങ്ങൾ പറയും. പക്ഷെ പിന്നീട് എന്നെ അവിടെ വിളിക്കുന്നില്ല. കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. സ്പിരിച്വൽ ലീഡേഴ്സിന് ഇതിപ്പോൾ താല്പര്യമില്ലായിരിക്കും ഇങ്ങനത്തെ സബ്ജക്ട്സ്. എനിക്ക് രണ്ടാമത് ആരും വിളിക്കാറില്ല. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് പരാതിയില്ല. കാരണം ഞാൻ എന്താ ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാം. കർത്താവിനോട് പറയുന്നത് ഞാൻ ചെയ്യുന്നു. കാരണം എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ദൈവവചനം മറച്ചു വെക്കാതെ അത് അതേ വഴി കൊടുക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുക്കുന്നത്, കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് സഭയെ ഒരുക്കുക പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് പരിശുദ്ധാത്മാവിന് എന്താണ് പറയാനുള്ളത്, ചെയ്യാനുള്ളത്, അത് പരിശുദ്ധാത്മാവിന് കേട്ടിട്ട് അത് കൊടുക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറേ കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് പറയാത്ത കുറേ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ വികാര മണ്ഡലത്തെ ഇളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രതിഫലമില്ലാതെ അത് വളരെ ഡേഞ്ചറസാണ്. ഞാൻ സോളിഷ് ആയിട്ട് മാറും.
ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചിട്ട് ബാക്കി വായിക്കാം. നമ്മൾ റെവല്യൂഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 16 വായിച്ചത്. വെളിപാട് പുസ്തകം 3:16. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്നോഷ്ടമാനാകയിൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ എന്നോട് പറഞ്ഞ ഈ ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്നോഷ്ടമാൻ എന്ന് പറയുന്ന അവസ്ഥയാണ് സോളിഷ്, അല്ലെങ്കിൽ ജഡത്തിൽ നടക്കുക. ആത്മീയനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയനാണെന്ന് നമ്മൾ പറയും. കാർണലാണോ എന്ന് വെച്ചാൽ അതല്ല, കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടു. പക്ഷേ നമ്മൾ ആത്മാവിനെ നടത്തപ്പെടാൻ തുടങ്ങിയെങ്കിൽ അതുമില്ല. ഇതിൻ്റെ ഇടയ്ക്കുള്ള അവസ്ഥ, തണുപ്പുമില്ല ചൂടുമില്ല, ഇടയ്ക്ക് ലൂപ്പ്, അതാണ് സോളിഷ്. അപ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരവസ്ഥയെ ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുക. നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കും. ജഡ്ജ് അവർ സെൽഫ് സോ ദാറ്റ് വി വിൽ നോട്ട് ബി ജഡ്ജ് അലോങ് വിത്ത് ദ വേൾഡ്. തന്നെത്താൻ വിധിച്ചാൽ ലോകത്തോടൊപ്പം നാം വിധിക്കപ്പെടത്തില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചറിയുമ്പോൾ നമുക്ക് വലിയ പ്രയാസമുണ്ട്. നമ്മൾ 25 വർഷം കഴിഞ്ഞിട്ട് എനിക്കിത് കേട്ടപ്പോൾ വലിയ പ്രയാസം തോന്നും. പക്ഷേ പ്രയാസം തോന്നിട്ട് കാര്യമില്ല. എനിക്ക് കറക്റ്റഡാകാൻ പറ്റി. പെർഫെക്റ്റായില്ല, പക്ഷെ കറക്റ്റഡാകാൻ പറ്റി. അതിനെ കണ്ടാൽ നന്ദി. ഗോഡ് ബ്ലെസ് യു.